കർക്കിടക ചികിത്സയെപ്പറ്റി ചർച്ച ചെയ്യാൻ നമ്മുടെ കൂടെ ഇന്നുള്ളത് എഥിനി ആയുർവേദയിലെ ജൂനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വാമിക ജി ദിനേശൻ. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ആയുർവേദ ചികിത്സയാണ്. എന്നാൽ ശരിക്കും കർക്കിടകത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് ഈ മാസത്തിൽ ചികിത്സ ചെയ്യാൻ ആയുർവേദം ഇത്രയും പ്രാധാന്യം നൽകുന്നത്? കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വെറും ഒരു മലയാള മാസമായിട്ടല്ല, നമ്മൾ ആരോഗ്യത്തിന് കൂടുതലും പ്രാധാന്യം കൂടി കൊടുക്കേണ്ട ഒരു മാസമാണ്. കാരണം ഈ ഒരു സമയത്ത് നമ്മളുടെ അഗ്നി, അതായത് നമ്മളുടെ ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയുന്ന നമ്മളുടെ ദഹനം, അത് കുറവായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പം അതുമാത്രമല്ല, നമ്മളുടെ ദോഷങ്ങൾ, അതായത് പ്രാധാന്യമായിട്ടും വാതദോഷങ്ങൾ കൂടാനുള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിലുള്ളത്. അപ്പം അതുമൂലം നമുക്ക് സന്ധിവേദന, ഊരവേദന, മറ്റു ക്ഷീണം, ജലദോഷം, അങ്ങനെ പല രോഗാവസ്ഥകൾക്കുമുള്ള ഒരു സാധ്യതയുണ്ട്. എന്നെക്കൊണ്ട് നമ്മൾ ഈ രോഗികൾക്ക് മാത്രമല്ല, ആരോഗ്യവാനായിട്ടുള്ള ആൾക്കാർക്കും നമ്മൾ ഒരു പ്രതിരോധ ശേഷി പോലെയുള്ള ചികിത്സ സംവിധാനം ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. കർക്കിടക ചികിത്സ എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് ഇത് രോഗമുള്ളവർക്ക് മാത്രമുള്ളതാണെന്നാണ്. യഥാർത്ഥത്തിൽ ആർക്കൊക്കെയാണ് ഈ ചികിത്സ കൂടുതൽ ഗുണം ചെയ്യുന്നത്? കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് എന്താണ്, രോഗികൾക്ക് മാത്രമായിട്ടുള്ളൊരു കാര്യമല്ല, ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽസിനും ഉള്ളതാണ്. കാരണം അതൊരു നമ്മളൊരു പ്രിവെന്റീവ് അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ച് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസിനും, അതായത് ഓരോ വ്യക്തികൾക്കും അവരവരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടുള്ള ചികിത്സകളെ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. ചികിത്സകൾ മാത്രമല്ല, അവരുടെ ഭക്ഷണ രീതികളും അവരുടെ ആഹാര വിഹാര കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ടതാണ് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. കർക്കിടക ചികിത്സയ്ക്കൊപ്പം ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലുമൊക്കെ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പാലിക്കേണ്ടത്? നമ്മൾ ഒരു ഈ ഒരു സമയം, ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ഡൈജസ്റ്റീവ് ഫയർ ഭയങ്കര ലോ ആയതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡ് ഐറ്റംസേ കഴിക്കാൻ പാടുള്ളൂ. അതായത് നമ്മളൊരു ലൈറ്റ് ഫുഡിൽ നിന്ന് തുടങ്ങാം, അതായത് ലഘുവായിട്ടുള്ള ഭക്ഷണ രീതികളിൽ നിന്ന് തുടങ്ങാം. മാത്രമല്ല, അതൊരു ഫ്രഷ് ഫുഡ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അതായത് ഇപ്പോൾ ഉണ്ടാക്കി എടുത്ത ഫുഡ് ചൂടോടെ കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ അതിനനുസരിച്ചുള്ള വെള്ളം, അതായത് പൊതുവെ നമ്മൾ തണുപ്പുള്ള സമയം എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം കൂടി വളരെ കുറവായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ ഒരിക്കലും പാടില്ല. നമ്മുടെ ബോഡീനെ ഒരിക്കലും ഒരു ഡിഹൈഡ്രേറ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവരരുത്. തണുപ്പായതിനാൽ മൂലം നമ്മൾ വെള്ളം കൂടി കുറവാവാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും പാടില്ല. നമ്മൾ ബോഡിക്ക് വേണ്ടത്ര വെള്ളം നമ്മൾ എന്തായാലും കുടിച്ചേ പറ്റുള്ളൂ. പിന്നെ കൂടുതൽ ഇതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസസോ യോഗയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലത്തുള്ള കാര്യങ്ങൾ ചെയ്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പൊതുവെ കർക്കിടക ചികിത്സ നമ്മൾ മലയാളികൾക്കിടയിൽ മാത്രമാണോ, അതോ കേരളത്തിന് പുറത്തുള്ളവരും ഈ ചികിത്സാ രീതിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികളുടെ ഒരു പാരമ്പര്യ ചികിത്സ പോലെയാണ്. മാത്രമല്ല, പുറത്തുള്ളവർ ഇതിനെ ആശ്രയിക്കുന്ന വിവിധ സ്ഥലത്ത്, വിവിധ രാജ്യങ്ങളിൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി ഈ ഒരു ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ ഈ ഒരു റെജുവിനേഷൻ തെറാപ്പി ആയിട്ട് തേടി വന്ന് എടുക്കുന്നവരും ഉണ്ട്. ഡോക്ടർ, അവസാനമായി ഈ കർക്കിടക മാസത്തിൽ ഓരോരുത്തരും സ്വന്തം ആരോഗ്യത്തിന് നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം പറയേണ്ടി വന്നാൽ എന്തായിരിക്കും അത്? നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് തന്നെ ഫസ്റ്റ് പരിഗണന കൊടുക്കുക. ഒരു രോഗം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കണം എന്നില്ല ഒരു ചികിത്സ തേടാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചും നിങ്ങളൊരു പ്രിക്കോഷൻ എന്ന രീതിയിൽ, അതായത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന അത് നിങ്ങൾ ചെയ്യണം. ഈ ഒരു സമയത്ത്, അതായത് ഈ ഒരു കർക്കിടക മാസം, ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്, ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതില് ഈ ഒരു ചികിത്സ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഊർജം തരും, അതായത് കുറച്ചും കൂടി ഹെൽത്ത് ഇംപ്രൂവൈസ് ചെയ്യും. അത് നിങ്ങളുടെ ഒരു ഭക്ഷണക്രമങ്ങൾ കൊണ്ടും പിന്നെ മറ്റൊരു യോഗയോ എക്സസൈസോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതാണ്. കാരണം ഇപ്പൊ ഞാൻ പറയുന്ന ഈ ഡൈജസ്റ്റീവ് ഫയർ ഓൾറെഡി ലോ ആയതിനാൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഭക്ഷണം, അതായത് ഫുഡ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയും പിന്നെ വെള്ളം ധാരാളം കുടിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. സോ ബേസിക്കലി നിങ്ങൾക്കൊരു രോഗം വരേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു ചികിത്സ തേടാൻ. അപ്പം അതിനായിട്ടൊരു നല്ലൊരു ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ തരം ചികിത്സയായിരിക്കും. നമുക്ക് എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരേ തരം ചികിത്സയായിരിക്കില്ല. എന്തുകൊണ്ട്? അപ്പം നമ്മൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫിസിഷ്യനെ കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയും അതിനനുസരിച്ചുള്ള ചികിത്സാ രീതികൾ തേടുകയും ചെയ്യുന്നതാണ് ഉത്തമം.